അമൂല്യങ്ങളായ രത്നങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് പ്രശസ്ത പ്ലാനറ്ററി ജെമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ്. കാണാം ജെംസ് വേൾഡ്. നമസ്കാരം, ജെംസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ഇന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസും ഉല്ലാസും ഉണ്ട്. നമ്മൾ പേഴ്സിനെ കുറിച്ചാണ് സാർ പറഞ്ഞു വന്നത്. അതെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ, ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എവിടെ പോയി ഒരു പേള് കാണുമ്പോൾ അത് ഒറിജിനലാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് മേടിക്കുന്നത്, ധരിക്കുന്നതൊക്കെ. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? പിന്നെ അത് നമ്മൾ സാധാരണ ഇപ്പോൾ സ്ത്രീകൾ പോയിട്ട് മേടിക്കുന്ന പേള് ഒന്നുമില്ല സിന്തറ്റിക് പേളായിരിക്കും, അല്ലെങ്കിൽ കൾച്ചേർഡ് പേൾസ് ആയിരിക്കും. അതാണ് മാർക്കറ്റിൽ സുലഭമായിട്ട് എവിടെ ചെന്നാലും കിട്ടുന്നത്. ഏത് കടയിൽ കയറിയാലും ഇത് കിട്ടും. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 വെറൈറ്റിയാണ്. അതിൻ്റെ വെറൈറ്റീസ് വേറെ ഉണ്ട്. നാച്ചുറൽ പേൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ, നാച്ചുറൽ പേൾസ് ഈ ഓയിസ്റ്ററിൻ്റെ ഫുൾ സലൈവ ആയിരിക്കും അത്. അതായത് ഓയിസ്റ്ററിനകത്ത് എന്തെങ്കിലും വന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഇത് വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് ആ മുത്ത് ചിപ്പിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് പുറപ്പെടുന്ന മദർ ഓഫ് പേൾ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആ നാക്രിയാസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ്. അത് ഇതിനകത്ത് പ്രോട്ടീൻ ഉള്ളതാണ്. ഇതിൻ്റെ ലെയറായിട്ട് വന്നത് അടിഞ്ഞിട്ടാണ് നാച്ചുറൽ പേൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ മറ്റ് യാതൊരു തരത്തിലുള്ള ഒന്നുമില്ല, മാൻമെയ്ഡ് ആയിട്ടുള്ള വളരെ ശുദ്ധമായിട്ടുള്ള ഒരു പേള. പക്ഷെ അതിന് ഷേപ്പ് കാണത്തില്ല. അതിന് ഷേപ്പ് അത് കാരണം ഷേപ്പ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അതിനകത്ത് കറക്റ്റായിട്ട് ന്യൂക്ലിയസ് ഇല്ലാതെ അത് വിളി വരുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളതും അത്തരത്തിലുള്ള ഇതിപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇതൊക്കെ ഇതാണത് പ്രധാനമായിട്ട്. ഇതിനകത്ത് ഷേപ്പ്ലെസ് ആയിട്ടുള്ള പേള, ഷേപ്പ്ലെസ് പേളാണത്. നമ്മൾ ഒരു ചൂയിങ്ങം കടിച്ചെടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും അതുപോലെ. പക്ഷെ ഇത് കെട്ടുമ്പോൾ വേറൊരു ഭംഗിയാണ്. ഇതിന് പല ടൈപ്പിലുള്ള ഒന്നും യുണീക്കായിട്ടുള്ള ഒരു സംഗതി ഇല്ല, മനസ്സിലല്ലേ? ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ്. ഓവലുണ്ട്, അല്ലാതെ പല ടൈപ്പുള്ള ഷേപ്പുണ്ട്. ആ ഷേപ്പിലായിരിക്കും അത്. ഇതിങ്ങനെ ഇത് അത്തരത്തിലുള്ളൊരു മാലയാണ് അല്ലേ? മീൻസ് അതിൻ്റെ പോലെ തന്നെ നമുക്ക് മാലകളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി ഉള്ളത്. ഇതിന് വിലയുണ്ട്. ഓക്കെ. അപ്പോൾ സാധാരണ പെട്ടെന്ന് ഷേപ്പില്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ല വിലയുണ്ട്. ഷേപ്പുണ്ട്, കാണാൻ ലുക്കില്ലെന്നേ പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം കണ്ടന്റ് അത്ര ഉള്ളതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കൾച്ചേർഡ് പേൾസ്, കൃഷിമുത്തെന്ന് പറയും. ഓക്കെ, കൃഷിമുത്ത്. ഇത് മനുഷ്യന് കുഞ്ചു വളർത്തുന്ന പോലെ ഫാമുകളുണ്ട്. അതിനകത്ത് പ്രത്യേക ഒരു സീഡ് ഇട്ട് ഇതേ സെയിം കണ്ടന്റ് തന്നെയാണ്. അതിനകത്തൊരു സീഡ് ഇട്ട് അത് ഷേപ്പാക്കി എടുക്കും. അതിനകത്ത് സെന്ററിൽ ഒരു മനുഷ്യരുടെ ഒരു ഇടപെടൽ ഉണ്ട് അതിനകത്ത് മനുഷ്യന്റെ ഇടപെടലുണ്ട്. ഒരു നാച്ചുറൽ ടച്ച് അതിന് കുറവാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് പ്രകൃതിയുടെ ഒരു ടച്ച്, അല്ലെ കടൽ മാതാവിൻ്റെ ഒരു ടച്ച് കുറവുള്ള ആയിരിക്കും. അത് കുറച്ചുകൂടി ഷേപ്പ് ഉള്ളതാണോ? ഷേപ്പ് ആയിരിക്കും. അത് നമ്മളുണ്ടാക്കുന്ന എപ്പോഴും നമുക്ക് ഷേപ്പിൽ ഉണ്ടാക്കാമല്ലോ. ഇതങ്ങനെ ഉള്ളതാണ്. ഇപ്പോൾ രത്നങ്ങൾക്കുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്, രത്നങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇൻക്ലൂഷൻസും ഷേപ്പും ആണ്. അത് പിന്നെ കട്ട് ചെയ്തും പോളിഷ് ചെയ്തൊക്കെ വരുമ്പോൾ അതിനൊരു ഭംഗി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. മാൻമെയ്ഡായിട്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഇതിനേക്കാളൊക്കെ വെല്ലും. കാരണം വെച്ചാൽ അത്രയും കളറായിരിക്കും, അത് കളർ ഒരിക്കലും പോകത്തില്ല. നാച്ചുറലായിട്ടുള്ള സംഗതികളൊന്നുമല്ല, എല്ലാം കുറേശ്ശെ കാലക്രമത്തിൽ എല്ലാം പോകുമല്ലോ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിനകത്ത് ഈ കളർ, വേറെ കളറുള്ള ഇതും കാണുന്നുണ്ട്, അതും ഈ പല ടൈപ്പ്. അത് ഇനിയിപ്പം ബ്ലാക്ക് പേൾസ് ഉണ്ട്. ബ്ലാക്ക് പേൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതും ഈ മുത്തുച്ചിപ്പിൽ നിന്നാണല്ലോ. അത് ബ്ലാക്ക് ലിപ്ഡ് എന്ന് പറയാം, ചുണ്ട്. ബ്ലാക്ക് ലിപ്പിൽ നിന്ന് വരുന്ന അതാണ് ബ്ലാക്ക് പേൾസ് ആയിട്ട് മാറുന്നത്. റോസ് എന്താണ് ആ മുത്തുച്ചിപ്പിയുടെ ലിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള കളർ വെളിയിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. റോസ് പേൾസ് ഉണ്ട്, നല്ല ക്രീമി പേൾസ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ആയിട്ടുള്ള പേൾസ് ഉണ്ട്. ബ്ലാക്ക് പേൾസ് ഒക്കെ കുറവാണ്, കാരണം വെച്ചാൽ അതൊക്കെ ഇവിടെയൊക്കെ ഉള്ള എൻക്വയറീസ് കുറവാണ്. കാരണം ഫോറിനേഴ്സൊക്കെ വന്ന് മാലകളൊക്കെ മേടിച്ച് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു രീതിയായിരുന്നു. എന്തായാലും ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ്. ഇത് പഠിച്ചാലും തീരത്തില്ല, ഇത് കാണിച്ചാലും തീരാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ തുടരുകയാണ്. അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.